ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇതിന്റെ മുൻപിലുള്ള വിശാലമായ മുറ്റമാണ് ലോകപ്രശസ്തമായ സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ. 1586 നിർമ്മിച്ച പുരാതന ഈജിപ്ഷ്യൻ ഓബ്ലിസ്കാണ് ഈ കാണുന്നത്. ഇതിന്റെ ചുറ്റും മുകളിലായി വിശുദ്ധന്മാരുടെ പ്രതിമകളാണ്. വെറും 516 റെസിഡൻസ് മാത്രമുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സിറ്റിയിലാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. 1675 ബെർണിനി നിർമ്മിച്ചതാണ് ഈ ഗ്രാനൈറ്റ് ഫൗണ്ടൻ. 4-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ആണ് ആദ്യത്തെ പള്ളി നിർമ്മിച്ചത്. ഇപ്പോൾ നമ്മൾ കാണുന്ന പുതിയ ബസിലിക്കയുടെ നിർമ്മാണം പോപ്പ് ജൂലിയസ് രണ്ടാമൻ 1556 ആരംഭിച്ചതാണ്. 120 വർഷമെടുത്ത് 1626 നവംബർ 18 ഇത് പൂർത്തിയാക്കിയത്. 105-ാം ലോക അഭയാർത്ഥി ദിനം 2019 സെപ്റ്റംബർ 29 പോപ്പ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്ത ഏഞ്ചൽസ് അണവേഴ്സ് എന്ന ബ്രോൺസ് ശില്പമാണിത്. ഇപ്പോൾ ഞങ്ങൾ ബസിലിക്കയുടെ അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന ഡിസൈനേഴ്സ് മൈക്കലാഞ്ചലോ, ഡൊണാറ്റോ ബ്രമാൻഡെ, കാർലോ മഡേർണോ, ജിയാൻ ലോറൻസോ ബെർണിനി എന്നിവരായിരുന്നു. യേശുവിന്റെ പ്രധാന ശിഷ്യനും ആദ്യത്തെ പോപ്പുമായ സെയിന്റ് പീറ്ററിനെ സംസ്കരിച്ച സ്ഥലത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തുള്ള 4 മേജർ ബസിലിക്കകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. നവോത്ഥാന ശില്പകലയുടെ ഏറ്റവും പേരുകേട്ട വർക്കാണ് സെന്റ് പീറ്റേഴ്സ്. ഈ ബസിലിക്കയുടെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. പുറത്തുനിന്ന് കാണുന്ന ഡോമിന്റെ ഉൾവശമാണിത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഡോമുകളിൽ ഒന്നാണ്. സ്വിസ് പട്ടാളത്തിന്റെ സ്വിസ് ഗാർഡ്സ് ആണ് പോപ്പിന്റെ സുരക്ഷാസേന. ഈ വിചിത്രമായ വേഷം ധരിച്ചു നിൽക്കുന്നതാണ് സ്വിസ് ഗാർഡ്സ്. വൈകിട്ട് 6 മണിയായപ്പോൾ ബസിലിക്ക അടച്ചു. ഈ സ്റ്റെപ്പുകളിലൂടെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് ഇതിന്റെ മുൻവശത്തിന്റെ ക്ലോസപ്പ് ലുക്ക്. ഇതാണ് സെയിന്റ് പീറ്ററിന്റെ പ്രതിമ. ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങി ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിക്കുകയാണ്.